വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നു. അത് ടൈപ്പ് റൈറ്റിംഗ് റിലേറ്റഡ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോക്കിംഗ് ആക്ഷൻ ഇൻ ടൈപ്പ് റൈറ്റർ അവേഴ്സ് ഡാഷ് ഓഫ് ലെറ്റേഴ്സ്. ലോക്കിംഗ് ആക്ഷൻ എന്തിനാണ് സഹായിക്കുന്നത്? അതായത് ലെറ്റേഴ്സ് ഓവർ ടൈപ്പ് ആവാതെ എന്തിനാണ് സഹായിക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കിയോ. പൈലിംഗ്, ദെൻ ഓപ്ഷൻ ബി ഇന്റൻഡിങ്, ഓപ്ഷൻ സി ജർക്കിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഗ്രാഫ്റ്റിംഗ്. എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ലോക്കിംഗ് ആക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഒരു ലെറ്ററിന് മേലെ വീണ്ടും വീണ്ടും ടൈപ്പ് ആവാതിരിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ലോക്കിംഗ് ആക്ഷൻ. അതെന്താണ്? പൈലിംഗ് ഓഫ് ലെറ്റേഴ്സ് ആണ്. പെയിലിംഗ് ഓഫ് ലെറ്റേഴ്സ് ആണ്. അങ്ങനെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൂവ്മെന്റ് ഓഫ് റിബൺ ഓട്ടോമാറ്റിക്കലി ഫ്രം ഫുൾ സ്പൂൾ ടു എംപ്റ്റി സ്പൂൾ ഈസ് നോൺ ആസ്. എന്താണ് ദ മൂവ്മെന്റ് ഓഫ് റിബൺ? അല്ലെ റിബൺ മൂവ്മെന്റ് ചെയ്യുന്നത് എങ്ങനെ? ഓട്ടോമാറ്റിക്കലി മുഴുവനായിട്ടിരിക്കുന്ന സ്പൂളിൽ നിന്നും എംപ്റ്റി സ്പൂളിലേക്ക് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്നതിനെ പറയുന്നത് എന്താണ് എന്നതാണ് ചോദിച്ചത്. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, ഓപ്ഷൻ ബി ലെങ്ത് വൈസ് മൂവ്മെന്റ്, ഓപ്ഷൻ സി ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് ആൻഡ് ഓപ്ഷൻ ഡി സ്ലഗ്ഗിഷ് മൂവ്മെന്റ്. അല്ലേ, നോക്കുമ്പോൾ എല്ലാം മൂവ്മെന്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ എന്താണ്, ഒരു എംപ്റ്റി സ്പൂൾ ഫുൾ സ്പൂളിൽ നിന്നും ഒരു എംപ്റ്റി സ്പൂളിലേക്ക്, അല്ലെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഫുൾ സ്പൂളിൽ നിന്നും എംപ്റ്റി സ്പൂളിലേക്ക് തിരിച്ച് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അല്ലെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിന് പറയുന്നത്? ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. അല്ലേ, താനെ അല്ലേ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആ സ്പൂൾ ഫിൽ ആകുമ്പോഴത്തേക്കും അത് താനെ തന്നെ അടുത്ത സ്പൂളിലേക്ക് റിവേഴ്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും. അല്ലെ, അതാണ് ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ലെറ്റേഴ്സ് ക്യാൻ ബി ടൈപ്ഡ് ഇൻ എലൈറ്റ് ടൈപ്പ് ഹെഡ്. എലൈറ്റ് ടൈപ്പ് ഹെഡിൽ എത്ര ലെറ്റേഴ്സ് വരെ നമുക്ക് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 10 ആൻഡ് ഓപ്ഷൻ ഡി 12. എത്ര വരെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? എത്ര വരെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? ഓപ്ഷൻ ഡി എലൈറ്റ് എന്ന് പറയുന്നത് 12 ലെറ്റേഴ്സ് വരെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ അല്ലേ? ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, വേറെ നിവൃത്തിയില്ല. എലൈറ്റിൽ 12 വരെ നമുക്ക് 12 ലെറ്റേഴ്സ് വരെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺഫിഡൻഷ്യൽ ഓർ അർജന്റ് മാറ്റേഴ്സ് ആർ ഫോർവേഡഡ് ആസ്. എങ്ങനെയാണ് കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ അർജന്റ് മാറ്റേഴ്സ് ഫോർവേഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഓപ്ഷൻ എ ഒഫീഷ്യൽ ലെറ്റർ, ഓപ്ഷൻ ബി ഡെമി ഒഫീഷ്യൽ ലെറ്റർ, ഓപ്ഷൻ സി ബിസിനസ് ലെറ്റർ ആൻഡ് ഓപ്ഷൻ ഡി നോട്ടിഫിക്കേഷൻസ്. അങ്ങനെയാണ് നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം ഉണ്ടല്ലേ. നമ്മൾ PSC ഉദ്യോഗാർത്ഥികളാകുമ്പോൾ എന്താണ്, PSCയുടെ നോട്ടിഫിക്കേഷനായിട്ട് കാത്തിരിക്കുന്നു. സോ നോട്ടിഫിക്കേഷൻ അറിയാം. ബിസിനസ് ലെറ്റേഴ്സ് എന്താ? ബിസിനസ് ഒഫീഷ്യൽസ് തമ്മിൽ അയക്കുന്നതാണ്, ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് സെൻഡ് ചെയ്യുന്നതാണ്. ദെൻ കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ അർജന്റ് മാറ്റേഴ്സ് അയക്കുന്നതിലേക്ക് ഏത് ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതായത് ഹയർ അതോറിറ്റിയുടെ സ്പെഷ്യൽ അറ്റൻഷൻ വേണം. അപ്പോൾ ഒഫീഷ്യലി ആകുമ്പോഴത്തേക്ക് അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പോയി വരുന്ന സമയം എടുക്കും. അതേസമയം സ്പെഷ്യൽ അറ്റൻഷൻ വേണം എന്നുള്ളതിന് അയക്കുന്ന ലെറ്റേഴ്സ് ഏതാണടാ? ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണ്. അല്ലേ, കോൺഫിഡൻഷ്യൽ ആൻഡ് അർജന്റ് മാറ്റേഴ്സ് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെമി ഒഫീഷ്യൽ ലെറ്ററിലാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രൊസീഡിങ്സ് ടു അഡ്രസ് ഈസ് ഗിവൺ ഇൻ ദ ഡാഷ്. അല്ലേ, നമ്മൾ ഓഫീസ് പ്രൊസീഡിങ്സ് ടൈപ്പ് ചെയ്യാറുണ്ട്. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടു അഡ്രസ് ടൈപ്പ് ചെയ്യുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചത്. നോക്കി. ഓപ്ഷൻ എ ടോപ്പ് ലെഫ്റ്റ്, ഓപ്ഷൻ ബി റൈറ്റ് ടു ടോപ്പ്, ദെൻ ഓപ്ഷൻ സി ലെഫ്റ്റ് ബോട്ടം, ഓപ്ഷൻ ഡി റൈറ്റ് ടു ബോട്ടം. എവിടെയാണ് ഡെമി ഒഫീഷ്യൽ മീൻസ് പ്രൊസീഡിങ്സിൽ ടു അഡ്രസ് ടൈപ്പ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ബോട്ടം. അല്ലെ, ലെഫ്റ്റ് ബോട്ടം. നമ്മളിങ്ങനെ പ്രൊസീഡിങ്സ് എടുത്തു കഴിഞ്ഞാൽ എവിടെ ചെയ്യും? ലെഫ്റ്റ് ബോട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടു അഡ്രസ് ടൈപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഗവൺമെന്റ് ഓർഡർ below the abstract content usually leaves dash space between two lines. എത്ര സ്പേസിലായിരിക്കും അബ്സ്ട്രാക്റ്റിന് ശേഷം നമ്മൾ സ്പേസ് വിടുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ സിംഗിൾ ലൈൻ, ഓപ്ഷൻ ബി 1.5 ലൈൻ, ഓപ്ഷൻ സി ഡബിൾ ലൈൻ ആൻഡ് ഓപ്ഷൻ ഡി 3 ലൈൻ. എത്ര ലൈൻസ് ആയിരിക്കും അബ്സ്ട്രാക്റ്റിന് ശേഷം നമ്മൾ എത്ര ലൈൻസ് ആയിരിക്കും സ്പേസ് ലെഫ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു നോക്കിയേ. യൂഷ്വലി എത്രയായിരിക്കും? സിംഗിൾ ലൈൻ ആണല്ലേ. നമ്മൾ ആൻസർ എന്താണ്? സിംഗിൾ ലൈൻ ആണ്. അബ്സ്ട്രാക്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ലൈനാ കൊടുക്കുന്നേടാ? സിംഗിൾ ലൈൻ സ്പേസ് ആണ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഓർക്കുക, ഇതൊക്കെ 2-3 തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഗവൺമെന്റ് ഓർഡേഴ്സ് ബിലോ ദ അബ്സ്ട്രാക്ട് കണ്ടന്റ് യൂഷ്വലി ഈസ് ഡാഷ് സ്പേസ് ബിറ്റ്വീൻ 2 ലൈൻസ്. അല്ലെ, 2 ലൈൻസിന് ഇടയിൽ എത്ര സ്പേസ് ഉണ്ടാവും ചോദിച്ചാൽ അത് സിംഗിൾ ലൈൻ സ്പേസ് ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
For typing the display matter, dash line space should be used. അല്ലെ, ഡിസ്പ്ലേ മാറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നതിലേക്കായിട്ട് നമ്മൾ എത്ര ലൈൻ സ്പേസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് സിംഗിൾ ആണോ, ഡബിൾ ആണോ, ട്രിപ്പിൾ ആണോ, കോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രിപ്പിൾ എന്ന് പറയുന്ന കണക്ക്, അല്ലെങ്കിൽ ഒഫീഷ്യൽ മാറ്റേഴ്സ് മേ ബി ചെയ്യുന്ന കണക്ക് ഡിസ്പ്ലേ മാറ്റേഴ്സിന് നമ്മൾ എത്ര ലൈൻ സ്പേസിംഗ് ആണ് യൂസ് ചെയ്യുന്നത് നോക്കൂ. സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ ഓർ 3, അല്ലെങ്കിൽ നോ സച്ച് ക്രൈറ്റീരിയ. അപ്പൊ ഏതായിരിക്കും? നോ സച്ച് ക്രൈറ്റീരിയ ആണല്ലേ, കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടോ? സിംഗിളിലെ ടൈപ്പ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഡബിൾ വേണം, ട്രിപ്പിൾ വേണം എന്നൊരു ക്രൈറ്റീരിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. നമുക്ക് ഡിസ്പ്ലേ മാറ്റേഴ്സ് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് ഏത് രീതിക്ക് വേണമോ ടൈപ്പ് ചെയ്യാം. സോ നോ സച്ച് ക്രൈറ്റീരിയ ഈസ് അവർ ആൻസർ അല്ലേ. നമുക്ക് ക്രൈറ്റീരിയ പ്രത്യേകിച്ചില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു കംഫർട്ട് സോണിനനുസരിച്ച് നമുക്ക് ടൈപ്പിംഗ് ഡിസ്പ്ലേ മാറ്റേഴ്സ് ടൈപ്പ് ചെയ്യാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഒഫീഷ്യൽ ലെറ്റർ STET denotes അല്ലെ, നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്തിലും അബ്രിവേഷൻസിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോൾ ഉണ്ട്. സോ നമ്മൾ ഒരുവിധം എല്ലാ അബ്രിവേഷൻസും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിൽ STET എന്ന് ടൈപ്പ് ചെയ്യുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ഇൻസേർട്ട് കറക്ഷൻ, ഓപ്ഷൻ ബി ഇഗ്നോർ കറക്ഷൻ, ഓപ്ഷൻ സി ഡു നോട്ട് ടൈപ്പ്, ദെൻ ഓപ്ഷൻ ഡി ടൈപ്പ് ഇൻ നെക്സ്റ്റ് പാരഗ്രാഫ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും STET എന്തിനു വേണ്ടിയിട്ടായിരിക്കും ടൈപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും STET ടൈപ്പ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇഗ്നോർ കറക്ഷൻ. STET എന്ന് പറഞ്ഞാൽ ഇഗ്നോർ കറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈൻ ലോക്ക് മെക്കാനിസം ഈസ് നോട്ട് റിലീസ്ഡ് വിത്ത്. എന്താണ് ലൈൻ ലോക്ക് മെക്കാനിസം ഈസ് നോട്ട് റിലീസ്ഡ് വിത്ത്? എന്താണ്? മാർജിനൽ ലാഗ്, ലൈൻ ലോക്ക് പ്ലേറ്റ്, മാർജിനൽ സ്റ്റോപ്പ്, പിനിയൻ വീൽ. ഏതായിരിക്കുംടാ ലൈൻ ലോക്ക് മെക്കാനിസം നോട്ട് റിലീസ് ചെയ്യുന്നത്? ഏതാണ്? പിനിയൻ വീലിന് അല്ലേ. ലൈൻ ലോക്ക് മെക്കാനിസം പിനിയൻ വീലുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സോ ലൈൻ ലോക്ക് മെക്കാനിസം ഈസ് നോട്ട് റിലീസ്ഡ് വിത്ത് പിനിയൻ വീലാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടൈപ്പ് ഗൈഡ് ഈസ് ഓൾസോ നോൺ ആസ്. ടൈപ്പ് ഗൈഡിന് അറിയപ്പെടുന്ന മറ്റു പേര് എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. കോമൺ സെന്റർ, സെഗ്മെന്റ് ഗൈഡ് എന്നോ, പ്രിന്റിംഗ് പോയിന്റ് ഓർ ഓൾ ഓഫ് ദി എബോവ്. ടൈപ്പ് ഗൈഡിന് അറിയപ്പെടുന്ന മറ്റു പേര് എന്തൊക്കെയാണോ നോക്കി. കോമൺ സെന്റർ ടൈപ്പ് ഗൈഡിന് പറയാറില്ലേ? പറയാറുണ്ട്. കാര്യം എന്താ? കറക്റ്റ് ആയിട്ട് എല്ലാ ടൈപ്പ് ബാർസും ചെന്ന് പതിക്കുന്നത് സെയിം പോയിന്റിലാണ്. ദെൻ സെഗ്മെന്റ് ഗൈഡ് അല്ലെ, നമ്മളെ സെഗ്മെന്റ് ഗൈഡ് ചെയ്യുന്ന പോർഷൻ ആയതുകൊണ്ട് സെഗ്മെന്റ് ഗൈഡ് എന്ന് പറയാറില്ലേ? പറയാറുണ്ട്. ദെൻ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെന്താ പ്രിന്റിംഗ് പോയിന്റ് എന്ന് പറയാറില്ലേ? ഉണ്ട്. സോ നമ്മുടെ ഉത്തരം ഏതാണെടാ? ഓൾ ഓഫ് ദി എബവ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ടൈപ്പ് ഗൈഡിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ കോമൺ സെന്റർ എന്നോ, സെഗ്മെന്റ് ഗൈഡ് എന്നോ, പ്രിന്റിംഗ് പോയിന്റ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ഡസ്റ്റ് ക്ലോഗ്ഡ് ഇൻ ദ ടൈപ്പ് ഫേസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ. അല്ലെ, ടൈപ്പ് ഫേസിനകത്ത് ഡസ്റ്റ് അടിഞ്ഞുകൂടി ക്ലോഗ് ചെയ്തിട്ട് നമ്മൾ, അതായത് പ്രിന്റ് നമ്മുടെ ടൈപ്പിംഗ് കറക്റ്റ് എക്സാക്ട് ഇംപ്രഷൻ കിട്ടുന്നില്ല, അതിനകത്ത് ഡസ്റ്റ് അടികൂടി ക്ലോഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ലെവലിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതെങ്ങനെ റിമൂവ് ചെയ്യുന്നു, എന്ത് ഉപയോഗിച്ച് റിമൂവ് ചെയ്യുന്നു എന്നാണ്. ടൈപ്പ് റൈറ്റിംഗ് ക്ലീനിങ് ഭാഗത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെ റിമൂവ് എന്ന് ചോദിച്ചാൽ ഹാറ്റ് പിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കുകയാണോ, ചാമോയ്സ് ലെതർ ആണോ, ഓയിലാണോ, അല്ല ഇതൊന്നും അല്ല ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈപ്പ് ഫേസ് അറിയാലോ, ലെറ്റേഴ്സ് ഉണ്ട്, അതിനിടയിൽ ഒരുപാട് ക്ലോഗ്, ഇപ്പോൾ ഡസ്റ്റ് ഒക്കെ അടിഞ്ഞുകൂടി ക്ലോഗ് ആയിരുന്നു, എന്ത് ഉപയോഗിച്ച് നമ്മൾ എടുക്കും? ഹാറ്റ് പെൻ യൂസ് ചെയ്യും അല്ലെ, കുത്തി എടുക്കാനായിട്ട് ഷാർപ്നെസ് ആയിട്ടുള്ള ഹാറ്റ് പെൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡസ്റ്റ് അല്ലെങ്കിൽ ക്ലോഗ് ഒക്കെ മാറ്റുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dash should be keep in off position while rotating drum for spreading ink. അല്ലേ, സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ എന്താണ്? ദ ഡാഷ് ഷുഡ് ബി കീപ്പ് ഇൻ ഓഫ് പൊസിഷൻ. ഓഫ് പൊസിഷൻ എന്തിൽ വയ്ക്കുന്നു? വൈൽ റൊട്ടേറ്റിംഗ് ദ ഡ്രം ഫോർ സ്പ്രെഡിങ്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഏതാണ് ഓഫ് പൊസിഷനിൽ വയ്ക്കുന്നത്? ഇംപ്രഷൻ റോളർ ആണോ, ഓപ്പറേറ്റിംഗ് ലിവർ ആണോ, സിൽക്ക് കാരിയർ ആണോ, മാർജിൻ അഡ്ജസ്റ്റ് നോബ്സ് ആണോ? ഏതായിരിക്കും ഓഫ് പൊസിഷനിൽ വയ്ക്കുന്നത്? ഏതായിരിക്കുംടാ? ഓപ്പറേറ്റിംഗ് ലിവർ അല്ലേ. ഓപ്പറേറ്റിംഗ് ലിവർ നമ്മൾ എന്ത് ചെയ്യും? ഓഫ് പൊസിഷനിൽ വെക്കും. എന്ത് ചെയ്യുക? ഡ്രം റൊട്ടേറ്റ് ചെയ്ത് ഇങ്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് ലിവർ നമ്മൾ ഏത് പൊസിഷനിൽ വയ്ക്കും ചോദിച്ചാൽ അത് ഓഫ് പൊസിഷനിലായിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോക്കർ മെക്കാനിസം കണ്ടെയ്ൻ ദ വർക്കിംഗ് ഓഫ് എന്തൊക്കെയാ റോക്കർ മെക്കാനിസത്തിനകത്ത് വരുന്നത്? എസ്കേപ്മെന്റ് വീൽ ആൻഡ് പിനിയൻ വീൽ, ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്, ബോത്ത് ഓഫ് ദ എബവ് ആൻഡ് നൺ ഓഫ് ദ എബവ്. റോക്കർ മെക്കാനിസത്തിനകത്ത് ഏതൊക്കെ വരുവടാ? ലൂസ് ഡോഗ് വരും, റിജിഡ് ഡോഗ് വരും, എസ്കേപ്മെന്റ് വീൽ വരും, പിനിയൻ വീൽ വരും. അപ്പൊ എന്താ? ഇത് നാലും വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ബോത്ത് ഓഫ് ദ എബവ് ആയിരിക്കും നമ്മുടെ
ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ബോത്ത് ഓഫ് ദ എബവ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ലെറ്റർ ഡി സ്റ്റാൻഡ്സ് ഫോർ അല്ലേ? നമുക്ക് റോമൻ ലെറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ക്യാപിറ്റൽ ലെറ്റർ ഡി ഏതാണ് വരുന്നത്? ഡി എന്ന് പറയുന്നത് 500 ആണ്. അപ്പൊ എം എന്താ? 1000 എന്താണ്? എം. 100 എന്താണ്? സി. 50 എന്താണ്? എൽ. ക്ലിയർ അല്ലേ? നമ്മൾ 10ാം ക്ലാസ് വരെ അറിയാല്ലേ? 10, 11, ദെൻ ഒരു വര കൂടെ ഇട്ടാൽ അത് 12, വീണ്ടും എന്താ ഒരു വര കൂടെ ഇട്ടാൽ അത് 13, ദെൻ നമ്മൾ 90. ഇപ്പൊ സി 100 എന്ന് പറഞ്ഞു, അപ്പൊ 90 എങ്ങനെ എഴുതും? ഇതെന്തായി? 90 ആയി. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ എന്താ റോമൻ ലെറ്റേഴ്സ് എഴുതുന്നത്. ഇപ്പൊ 300 ആണെങ്കിലോ ഇത്ര എടുത്താൽ എന്തായി? 300 ആയി. ഇങ്ങനെയാണ് നമ്മൾ റോമൻ ലെറ്റേഴ്സ് എഴുതുന്നത്. എപ്പോഴും എല്ലാ ടൈപ്പ് റൈറ്റിംഗ് എക്സാമുകൾക്കും ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ഒക്കെ റോമൻ ലെറ്റേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. മാത്രമല്ല ഇപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. സോ റോമൻ ലെറ്റേഴ്സ് അത് എഴുതുന്ന രീതിയും ഫോർമാറ്റും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. If any part of the matters is not needed in the stencil, dash can be used. സ്റ്റെൻസിൽ നമുക്ക് ആവശ്യമില്ല, ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല എങ്കിൽ ആ ഭാഗത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഓപ്ഷൻ എ ഗം പേപ്പർ, ഓപ്ഷൻ ബി സ്റ്റൈലസ് പെൻ, ഓപ്ഷൻ സി ഇംപ്രഷൻ റോളർ ആൻഡ് ഓപ്ഷൻ ഡി ഡ്യൂപ്ലിക്കേറ്റിംഗ് പേപ്പർ. ഏതായിരിക്കും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നേ? ഏതായിരിക്കും? ഗം പേപ്പർ അല്ലെ? ഗം പേപ്പർ ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്ററിൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെന്ന് ചോദിച്ചാൽ അത് ഗം പേപ്പർ ആണ്. ക്ലിയർ ആണല്ലോ? ഗം പേപ്പർ. സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്ററിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗം പേപ്പർ ആണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ടൈപ്പിംഗ് ദ സിമ്പിൾ ആൻഡ് ഓർ ആംപർസെന്റ് അല്ലെ? ആൻഡ് എന്ന് എഴുതുന്നത് നമ്മൾ ആംപർസെന്റ് എന്തിനാന്ന് പറയുന്നത്. അത് ടൈപ്പ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്? ഇനി ടൈപ്പ് റൈറ്റർ പ്ലസ് ഷിഫ്റ്റ് കീ ആൻഡ് ഏത് ലെറ്റർ? ഷിഫ്റ്റ് പ്രസ് ചെയ്താലല്ലേ നമ്മുടെ ലെറ്ററിന്റെ മുകളിലുള്ള സെക്കൻഡ് ലെറ്റർ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിൽ ഏതായിരിക്കും? 6 ആണോ 7 ആണോ 8 ആണോ 9 ആണോ? ഏതാണ് ആംപർസെന്റ് കിട്ടാനായിട്ട്? 7 ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നത് അല്ലെ? ആംപർസെന്റ് കിട്ടാൻ നമ്മൾ ഏത് പ്രസ് ചെയ്യും ചോദിച്ചാൽ അത് 7 ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, this helps to take paper without rotating the cylinder. സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാതെ നമുക്ക് പേപ്പർ എടുക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതെന്നാണ് ക്വസ്റ്റ്യൻസ്. നോക്കി, ഓപ്ഷൻ എ ഫീഡ് റോൾസ് റിലീസ് ലിവർ, ഓപ്ഷൻ ബി പേപ്പർ വെയിൽ, ഓപ്ഷൻ സി ടാബുലേറ്റർ റിലീസ് ലിവർ ആൻഡ് ഓപ്ഷൻ ഡി സെഗ്മെന്റ്. ഇതിൽ ഏതായിരിക്കും എടാ? ഫീഡ് റോൾ റിലീസ് ലിവർ ആണ് കേട്ടോ. നമ്മുടെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് റോൾസ് റിലീസ് ലിവർ ആണ്. കാര്യം എന്താ? പേപ്പറിന് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാതെ നമുക്ക് എടുക്കാൻ സഹായിക്കുന്ന ടൈപ്പ് റൈറ്റിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഫീഡ് റോൾ റിലീസ് ലിവർ ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാരേജ് മൂവ്സ് ടുവേഴ്സ് ലെഫ്റ്റ് ബൈ അല്ലേ? നമ്മൾ കാരേജ് ഇടത്തേക്ക് മൂവ് ചെയ്യുന്നു. ഏതൊക്കെ പ്രസ് ചെയ്യുമ്പോഴാണ്? ടച്ചിങ് സ്പേസ് ബാർ, പ്രസ്സിംഗ് ക്യാരക്ടർ കീ, പ്രസ്സിംഗ് ടാബുലേറ്റർ കീ, ഓൾ ഓഫ് ദ എബോവ്. ഇതൊക്കെ പ്രസ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോവടാ? നമ്മളൊരു സ്പേസ് കൊടുത്തു. ക്യാരറ്റ് എങ്ങോട്ട് നീങ്ങി? ക്യാരറ്റ് എങ്ങോട്ട് നീങ്ങി? ലെഫ്റ്റിലേക്ക് നീങ്ങി 1 പോയിന്റ്. ദെൻ പ്രസ്സിംഗ് ക്യാരക്ടർ കീ A to Z 1 2 3 ഏതെങ്കിലും പ്രസ് ചെയ്ത ക്യാരേജ് എങ്ങോട്ട് നീങ്ങും? ലെഫ്റ്റിലേക്ക് നീങ്ങും. ദെൻ പ്രസ്സിംഗ് ടാബുലേറ്റർ കീ, ടാബ് നമ്മൾ പ്രസ് ചെയ്ത് അപ്പോഴും ക്യാരേജ് എങ്ങോട്ട് നീങ്ങി? ലെഫ്റ്റിലോട്ട് നീങ്ങി. സോ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്ട് കൺട്രോൾ ദ പ്രഷർ ഓഫ് കീ ലിവർ situated at the bottom of the typewriter is called അല്ലേ? ഏതാണ്? കീ ലിവറിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് റൈറ്ററിന്റെ ബോട്ടത്തിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ടൈപ്പ് റൈറ്ററിന്റെ പാർട്ട് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ ടച്ച് റെഗുലേറ്റർ, ഓപ്ഷൻ ബി ഡോഗ് ബ്ലോക്ക്, ഓപ്ഷൻ സി മാർജിനൽ റിലീസ് ലിവർ ആൻഡ് ഓപ്ഷൻ ഡി ലൈൻ സ്പേസ് അഡ്ജസ്റ്റർ. ഏതായിരിക്കും എടാ നമ്മുടെ കീ ലിവർ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആൻസർ ഏതാണെടാ? ടച്ച് റെഗുലേറ്റർ അല്ലെ? ടച്ച് കീയുടെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ടച്ച് റെഗുലേറ്റർ ആണ്. നമ്മൾ ടച്ച് ചെയ്യലേ പ്രസ് ചെയ്യലേ ചെയ്യുന്നത്. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ടച്ച് റെഗുലേറ്റർ ആണ്. അപ്പൊ കീയുടെ പ്രഷർ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ടച്ച് റെഗുലേറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഇന്നത്തെ സെക്ഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.